ഇനി കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് നിന്ന് ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നത്. ലിഡിയ എന്ന സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ മാധ്യമങ്ങളെയൊക്കെ കാണുന്നുണ്ട്. മുണ്ടക്കൈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ കുട്ടികളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തന്നെയായിരിക്കുമല്ലേ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുന്നത്? ദിവ്യ, തീർച്ചയായും മുണ്ടക്കൈ ദുരന്തത്തിൽ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ അനാഥരായിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ ഇപ്പോൾ ഒരു പത്രസമ്മേളനം ഇന്ന് രാവിലെ 11 മണിക്ക് ചേരുന്നുണ്ട്. കോഴിക്കോട് വെച്ചാണ് ചേരുന്നത്. അതിൽ മുണ്ടക്കൈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കും. നിലവിൽ അത്തരത്തിലൊരു കണക്കുകൾ കൃത്യമായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. എത്ര പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ എത്ര പേരാണ്, എത്ര കുട്ടികളാണ് ഒറ്റപ്പെട്ടു പോയത്, അനാഥരായി പോയത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു കണക്കുകൾ ഇതുവരെയായിട്ടും ലഭ്യമല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ ഒരു ഒരു പത്രസമ്മേളനം ചേരുന്നത്. കുട്ടികളുടെ വിവരങ്ങൾ പുറത്തുവിടും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തിരച്ചിലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ചാലിയാറിലൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട്, മൃതദേഹങ്ങൾക്കായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 232 മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്നും ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് മുണ്ടക്കൈ ദുരന്തത്തെ സംബന്ധിച്ച് കോഴിക്കോട് നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത്. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. വടക്കൻ കേരളത്തിലൊന്നാകെ മഴ ശക്തമാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മണ്ണിടിച്ചിലും അതുപോലെ കടൽ കയറാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വടക്കൻ കേരളത്തിൽ നിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദൂര വിദ്യാഭ്യാസം നിർത്തലാക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട MSFന്റെ നേതൃത്വത്തിൽ ഒരു ഉപവാസ സമരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് അതും നടക്കുന്നത്. ഇത്തരത്തിലൊരു ഉപവാസ സമരവും നടക്കുന്നത്. ഇതൊക്കെയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് വരാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. ദിവ്യ.